ജനന സമയത്തെ ഉയർന്ന ആയുർദൈർഘ്യം, ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്. ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരവും വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തി നിൽക്കുന്നതുമാണ്. ഈ നേട്ടങ്ങൾക്കിടയിലും കൂടുതൽ മികവിനായുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. മാത്രമല്ല, കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുകയും ആരോഗ്യ മേഖലയെ അതിന്റെ പരമാവധി സാധ്യതകളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രോഗികളുടെ നീണ്ട ക്യൂ, അവസാനമില്ലാത്ത എഴുത്തുകുത്തുകൾ, OP ടിക്കറ്റിന്റെ ബുദ്ധിമുട്ടുകൾ, ആശുപത്രികളിലെ ഗുണനിലവാരത്തിന്റെ പരിമിതികൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖല ഭാവിയിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന് തയ്യാറാകേണ്ട സമയമായിരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു ഭാവി, ഹെൽത്തിന്റെ കാലമെത്തിയിരിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവും സമ്പൂർണവുമായ ഒരു സംവിധാനം വഴി ഗുണനിലവാരമുള്ളതും മെച്ചപ്പെട്ടതുമായ ഒരു സേവനം സാധാരണക്കാരന് ലഭ്യമാക്കുക എന്നതാണ് ഹെൽത്തിന്റെ ലക്ഷ്യം. ഓരോ പൗരന്റെയും ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസ് ഹെൽത്ത് വഴി സൃഷ്ടിക്കപ്പെടും. ഈ ഡേറ്റാബേസ് വഴി ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാനും പൊതുജന ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ വ്യക്തമായും സൂക്ഷ്മമായും വിലയിരുത്തുവാനും കഴിയും. കേരളത്തിലെ എല്ലാ വ്യക്തികളുടെയും ആരോഗ്യ സംരക്ഷണത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു വിപുലമായ ഇലക്ട്രോണിക് വിവര സംവിധാനം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. അടിസ്ഥാന വിവരങ്ങളായ പേര്, വയസ്സ് എന്നിവയും പരിസര ശുചിത്വം, പകർച്ചവ്യാധി സാധ്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കണ്ടെത്താനുള്ള സർവേയാണ് പദ്ധതിയുടെ ആദ്യപടി. വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഓരോ വ്യക്തിക്കും ഒരു സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. തന്റെ തിരിച്ചറിയൽ നമ്പറുമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന രോഗിയുടെ പ്രസ്തുത നമ്പർ റിസപ്ഷൻ കൗണ്ടറിൽ രേഖപ്പെടുത്തുന്നതോടെ ആ രോഗിയുടെ വ്യക്തിഗത വിവരങ്ങളും സാമ്പത്തിക സ്ഥിതിയും ലഭ്യമാകുന്നു. അതിനുശേഷം രോഗി പ്രീ ചെക്ക് സംവിധാനത്തിൽ എത്തുന്നു. ഇവിടെ വെച്ച് രോഗിയുടെ തൂക്കം, ഉയരം, രക്തഗ്രൂപ്പ്, രോഗലക്ഷണങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഡേറ്റാബേസിലേക്ക് രേഖപ്പെടുത്തും. ഇത് കഴിഞ്ഞ് രോഗി ഡോക്ടറുടെ സമീപത്തെത്തുന്നു. പ്രീ ചെക്കിൽ ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. തുടർന്ന് തുടർ പരിശോധനകൾ ആവശ്യമെങ്കിൽ രോഗനിർണയത്തിന്റെ വിവരങ്ങളും നൽകുന്ന മരുന്നുകളുടെ വിവരങ്ങളും ഡോക്ടർ ഡേറ്റാബേസിൽ രേഖപ്പെടുത്തുന്നു. തുടർ പരിശോധനകൾക്ക് ആവശ്യമായ ടെസ്റ്റുകൾ നടത്താൻ രോഗി ലബോറട്ടറിയിലേക്ക് എത്തുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച ടെസ്റ്റുകൾ ഇതിനകം തന്നെ ലബോറട്ടറിയിലെ കമ്പ്യൂട്ടറിൽ ലഭ്യമായിരിക്കും. നിർദ്ദേശിച്ച ടെസ്റ്റുകൾ നടത്തിയ ശേഷം റിസൾട്ടുകൾ ഡേറ്റാബേസിൽ രേഖപ്പെടുത്തുന്നു. രോഗി വീണ്ടും ഡോക്ടറുടെ അടുത്തെത്തുമ്പോൾ ഈ വിവരങ്ങൾ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമായിരിക്കും. ഇതിനുശേഷം ഡോക്ടർ രോഗനിർണയത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മരുന്നുകളും അവ കഴിക്കേണ്ട രീതിയും രേഖപ്പെടുത്തും. രോഗിയുടെ തിരിച്ചറിയൽ നമ്പർ വഴി ഫാർമസിയിൽ രോഗിക്ക് വേണ്ട മരുന്നുകൾ ഡേറ്റാബേസിൽ നിന്നെടുത്ത് രോഗിക്ക് നൽകുകയും ചെയ്യുന്നു. രോഗിയെ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള വേറൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാനും ഈ സംവിധാനത്തിലൂടെ ഡോക്ടർക്ക് സാധിക്കും. ഹെൽത്ത് നിലവിൽ വരുന്നതോടെ രജിസ്ട്രേഷൻ, OP പരിശോധനകൾ, അഡ്മിറ്റ് ചെയ്യാനുള്ള ചികിത്സാ വിവരങ്ങൾ, ലബോറട്ടറി പരിശോധനകൾ തുടങ്ങി രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നതുവരെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെടും. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ നാം ഇന്ന് കാണുന്ന ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രകടമായ മാറ്റങ്ങൾ വരും. ഈ പദ്ധതിയുടെ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ശാസ്ത്രീയമായ ആസൂത്രണം നടത്തി പകർച്ചവ്യാധികൾ വിലയിരുത്താനും മറ്റും ഈ സംവിധാനം ഉപകരിക്കും. ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഈ വിപുലമായ വിവരശേഖരം ലഭിക്കുന്നത് വഴി മെച്ചപ്പെട്ട ആസൂത്രണം നടത്താനും ആവശ്യമുള്ള ജീവനക്കാർ, മരുന്നുകൾ എന്നിവ തയ്യാറാക്കാനും കഴിയുന്നു. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ രോഗവിവരത്തിന്റെയും നടത്തിയ ചികിത്സകളുടെയും ചരിത്രം ലഭ്യമാകുമ്പോൾ തുടർ ചികിത്സകൾ മെച്ചമായ രീതിയിൽ ആസൂത്രണം ചെയ്യുവാനും കഴിയും. രോഗിയെ സംബന്ധിച്ചിടത്തോളം
തന്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും നടത്തിയ ചികിത്സയെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നത് വഴി മെച്ചപ്പെട്ട തുടർ ചികിത്സ നേടാനും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കാനും കഴിയുന്നു. നിലവിലുള്ള സംവിധാനത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കി ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്താൻ ശാസ്ത്രീയമായ വിശകലനത്തിന് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താം. കേരളത്തിലെ പൊതുമേഖലയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ന്യായമായ വിഭവ ഉപയോഗം കൊണ്ട് ആധുനികവൽക്കരിക്കുക എന്ന മഹത്തായ പദ്ധതിയാണ് ഇ ഹെൽത്ത്. കേരളത്തിലെ പൊതുമേഖലയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ഈ പദ്ധതിയുടെ വിജയം സഹായകരമായിരിക്കും.